ഇനി നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ചെയ്യുക. ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് കൗണ്ട് ചെയ്യൊന്നും വേണ്ട, കുറച്ചധികം ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു ഹുക്കിട്ട ലൂപ്പ് നമ്മൾ കൗണ്ട് ചെയ്യാതെ യാൺ ഓവർ ചെയ്തിട്ട് ഈ ഹുക്കുള്ള ലൂപ്പ് കഴിഞ്ഞിട്ട് 1 2 2 ലൂപ്പ് ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക, മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ ഹുക്കിൽ 1 2 3 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്തിട്ട് ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്കിപ്പ് ചെയ്ത ചെയിന് നമ്മൾ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തത്. അത് നമ്മളൊരു ചെയിൻ ഹാഫ് ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. വീണ്ടും യാൺ ഓവർ ചെയ്യുക. പിന്നെ നമ്മൾ തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. വീണ്ടും നമ്മൾ യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. 1 2 3 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. യാൺ ഓവർ ചെയ്യുക, വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, സെയിം ചെയിനിലൂടെ തന്നെ പുറത്തേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി വീതം ചെയ്ത് കൊടുക്കുക. ഹാഫ് ഡബിൾ ക്രോഷ്യ അല്ലെങ്കിൽ ഹാഫ് ഡി സി എന്നൊക്കെ പറയും. യാൺ ഓവർ ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. ഉള്ളിലൂടെ എടുക്കുമ്പോൾ നമ്മൾ ഹുക്കിൻ്റെ കൊളുത്ത് എപ്പോഴും ബാക്കിലേക്ക് താഴോട്ടേക്ക് ആക്കിയിട്ട് വേണം ചെയ്യാൻ. യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക, വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. വീണ്ടും അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്ത് ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും ഹുക്കിൻ്റെ കൊളുത്ത് ഭാഗം താഴോട്ടേക്ക് ആക്കിയിട്ട് വലിച്ചു കൊടുക്കുക. യാൺ ഓവർ ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, സെയിം ചെയിനിൽ കൂടി തന്നെ ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് താഴേൽ പിന്നെ 9, ഞാൻ ഇവിടെ 10 ചെയിൻ സ്റ്റിച്ചാണ് എടുത്തത്. അപ്പോൾ എനിക്ക് 9 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കൗണ്ട് ചെയ്യൊന്നും വേണ്ട, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയിൻ 2 ആണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ്യക്ക് നമ്മൾ ചെയിൻ 1 ചെയ്തിട്ടാണ് വർക്ക് ടേൺ ചെയ്തത്. ഇവിടെ നമ്മൾ ചെയിൻ 2 ചെയ്തിട്ടാണ് വർക്ക് ടേൺ ചെയ്യുന്നത്. ഇനി നമ്മൾ താഴെ ചെയ്ത ചെയിൻ 2 താഴെ ചെയ്ത ഹാഫ് ഡബിൾ ക്രോഷ്യക്ക് നേരെ കൊടുത്തു. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് താഴെ റൗണ്ട് ചെയ്ത സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷ്യയുടെ ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും വേണം ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ. ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും ഈ 2 ലൂപ്പിൻ്റെ നമ്മൾ സിംഗിൾ ക്രോഷ്യക്ക് ചെയ്ത പോലെ തന്നെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് ചെയ്യാൻ. അത് യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് താഴെ ചെയ്ത രണ്ടാമത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യയുടെ നേരെ മുകളിൽ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട്
ചെയ്ത് കൊടുക്കുക. yarn over ചെയ്യുക. ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ രണ്ടാമത്തേതിൻ്റെ മുകളിൽ രണ്ടാമത്തെ ചെയ്തു. ഇനി അടുത്ത് മൂന്നാമത്തെ ചെയ്യുമ്പോൾ yarn over ചെയ്തിട്ട് മൂന്നാമത്തെ താഴെ ചെയ്ത മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ നേരെ മുകളിൽ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. yarn over ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, ഈ 3 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. നമ്മൾ താഴെ ചെയ്ത സെയിം പാറ്റേൺ തന്നെ. അപ്പോൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ താഴെ ചെയ്ത സ്റ്റിച്ചിൻ്റെ നേരെ മുകളിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് തെറ്റാതെ ഓരോ റൗണ്ടും കിട്ടും. താഴെ നമുക്ക് 10 സ്റ്റിച്ച് അല്ലെങ്കിൽ 9 സ്റ്റിച്ച് ആണെങ്കിൽ സെക്കൻഡ് റൗണ്ട് ചെയ്യുമ്പോഴും നമുക്ക് 9 സ്റ്റിച്ച് തന്നെ കിട്ടണം. ഓരോ റൗണ്ടിലും സ്റ്റിച്ച് കൗണ്ട് ചെയ്തിട്ട് വേണം നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോകാൻ. താഴെ നമുക്ക് പെർഫെക്റ്റ് ആയതിന് ശേഷം മാത്രം നമ്മൾ സെക്കൻഡ് റൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ സ്റ്റിച്ചും നമ്മൾ കറക്റ്റ് ചെയ്ത് പഠിച്ചാലേ നമുക്ക് പിന്നെ പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്കിനി ഫ്രോക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റ് പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഈ സ്റ്റിച്ചിങ് തന്നെ നല്ല വൃത്തിയിൽ ചെയ്താലേ നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാം. പാറ്റേൺസൊക്കെ ചെയ്യുമ്പോൾ നീറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നീറ്റ് ചെയ്ത് തന്നെ വരണം. അപ്പോൾ ഓരോ ചെയിനിലും ഓരോ സ്റ്റിച്ചും ചെയ്യുമ്പോഴും നമ്മളത് നീറ്റിലൂടെ ചെയ്യാൻ പഠിക്കണം. പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് നീറ്റ് കിട്ടുള്ളൂ. yarn over ചെയ്യുക. അപ്പോൾ ഞാൻ ലാസ്റ്റിൽ എടുത്തിട്ടുണ്ട്. ലാസ്റ്റും ഞാൻ 2 ചെയിനിലും 2 ലൂപ്പിനുള്ളിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആണ് ചെയ്യുന്നത്. നോക്കുക, 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ആയും ചെയ്താ ഈ 2 ലൂപ്പിനുള്ളിലൂടെ ലാസ്റ്റ് റൗണ്ടിലും ചെയ്യണം. yarn over ചെയ്യുക, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. yarn over ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ടിൽ എനിക്ക് താഴെ 9 സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് റൗണ്ടിൽ എനിക്ക് 9 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ തേർഡ് റൗണ്ടിലേക്ക് പോകുമ്പോൾ ചെയിൻ 2 ചെയ്ത് വർക്ക് ടേൺ ചെയ്യുകയാണ്. ഇനി ഫ്രണ്ട് ഭാഗത്താണ് നമ്മളിനി വർക്ക് ചെയ്യുന്നത്. yarn over ചെയ്യുക, താഴെ സെക്കൻഡ് റൗണ്ടിൻ്റെ രണ്ടാമത്തെ ഹാഫ് ഡി സിയുടെ നേരെ മുകളിൽ തന്നെയാണ് ഞാൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം 2 എണ്ണം കിട്ടി. പിന്നെ മൂന്നാമത്തേൽ നമ്മൾ വീണ്ടും 3ൻ്റെ നേരെ മുകളിൽ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് തെറ്റാതെ കറക്റ്റ് പെർഫെക്ഷനിൽ കിട്ടും. yarn over ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. yarn over ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, ഈ 3 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടുമെന്ന് നമ്മൾ ആദ്യം ഒന്ന് എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് വീഡിയോ നോക്കിയിട്ടോ എഴുതി വെച്ചതും നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെയ്ത് പഠിക്കാൻ. എന്നാലേ നമുക്ക് ആ കറക്റ്റ് കിട്ടുള്ളൂ. yarn over ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, ഈ 3 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഞാനിവിടെ തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ വർക്ക് ചെയ്യുന്നില്ല. എൻ്റെ നിങ്ങൾ വർക്ക് കഴിഞ്ഞ ഒരു പൊസിഷൻ എത്തുമ്പോൾ ചെയിൻ 1 ചെയ്യാം. നമുക്കിവിടെ യാൺ കട്ട് ചെയ്ത് കൊടുക്കാം. യാൺ കട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു ഹുക്കിനെ ഇങ്ങനെ മുകളിലേക്ക് യാണിനെ ഇങ്ങനെ മുകളിലേക്ക് വലിച്ചു കൊടുക്കാം. എന്നിട്ട് ഇവിടെ ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഇനി 3 റൗണ്ട് ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു പാറ്റേൺ ആണ് കിട്ടിയത്. നിങ്ങൾ ഇതുപോലെ തന്നെ താഴെ എത്ര സ്റ്റിച്ച് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യുക. അതുപോലെ തന്നെ മുകളിൽ നിങ്ങൾക്ക് എത്ര സ്റ്റിച്ച് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാം. അപ്പോൾ കറക്റ്റ് ആണെങ്കിൽ ഒരേ ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒരുപാട് തവണ ട്രൈ ചെയ്യുക കേട്ടോ.